ബൈനോക്കുലർ ടോക്സിൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇലവിഴ പൂഞ്ചിറയുടെ താഴ്വശമാണ് കേട്ടോ. ഇലവിഴ പൂഞ്ചിറ തടാകം, അവിടെ ഒരു തടാകമുണ്ട്, ഒരു കുടിവെള്ള പദ്ധതി. നമ്മൾ ആ മേളിൽ നിന്ന് കാണുന്നുണ്ട്, നമ്മുടെ വീഡിയോയ്ക്ക് നമ്മൾ കാണിക്കുന്നുണ്ട്. ആ തടാകത്തിലോട്ട് പോകുന്ന വഴിയാട്ടോ. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഒരു വഴി കയറി വരാം. ഞങ്ങൾ ആദ്യം കണ്ട വഴി അങ്ങ് ഇറങ്ങിപ്പോയി. വേണ്ടല്ലോ, ഇച്ചിരി ഓഫ് റോഡാ കേട്ടോ, സൂക്ഷിച്ച് ഓടിച്ചു പോണേ. മേളിൽ നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കാണാൻ. അടുത്ത് നിന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതായത് അമൃത് സരോവർ കുടിവെള്ള പദ്ധതി. ജലാശയത്തിൽ ഇറങ്ങുകയോ മലിനപ്പെടുത്തുകയോ ചെയ്യരുത്. അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ കുടിവെള്ള പദ്ധതിയാണ്. ഇതിനകത്ത് ഒരു അപ്പുറത്തൊരു HD പൈപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു കാര്യം പറയാം കേട്ടോ, ഇറങ്ങുന്നതിന് മുമ്പേ ഒരു കാര്യം പറയാം. ഇത് കണ്ടോ, ഈ ഇറങ്ങുന്ന അവിടെ ചുറ്റുവട്ടം മൊത്തം തറയോടാണ് ഭാഗിക്കണേ. ഈ നാട്ടിൽ എന്തുമാത്രം പദ്ധതികൾ നടക്കുന്നുണ്ട്. അതായത് മറ്റേ എന്തുവാ പറയുന്നത്, അതിൻ്റെ പേരിനാണ് തൊഴിലുറപ്പ്. ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരെയായാലും വിളിച്ച് ഇതിന് ചുറ്റോട്ടൊന്ന് കൊടുത്ത് ഈ തറയോട് കാശ് മുടക്കി പായിക്കണല്ലേ ആണല്ലോ. എന്തായാലും സർക്കാർ എന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ പ്രതിനിധികളുടെ കയ്യിൽ നിന്ന് കൊണ്ടിരുന്ന പൈസയല്ല, നമ്മൾ ടാക്സ് അടയ്ക്കുന്നതും അവരും അടയ്ക്കുന്നുണ്ട്. ഇനി അവരെ അങ്ങനെ പറഞ്ഞാല ഈ സാധനം ഒന്ന് ചുറ്റുവട്ടം ഒന്ന് വൃത്തിയാക്കിയിട്ടൂടെ? ഇതൊക്കെ ഉണ്ടോ? ഇത് പിന്നെ പോട്ടെ, അതിന് മേളുവശമാണ്. ഇനി ഇതിൻ്റെ ഇറങ്ങി ഇതിൻ്റെ താഴെ ഈ കാണുന്ന ഈ ചുറ്റോട്ടം ഈ വീട് കാണുന്ന മൊത്തം തറയോടാണ് വായിക്കണം. ഈ തറയോടിനകത്താണ് കേട്ടോ ഈ മുട്ടപ്പം എന്നല്ല, തലയ്ക്ക് വേണ്ടി കാട് വളർന്നേക്കണം. ഇത് കണ്ടോ, ഇവിടെ എല്ലാം ഈ കമ്പിവേലിക്കിട്ട് സൈഡിൽ കൂടെ എല്ലാം തറയോടാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്കൊന്നും അറിയത്തില്ല. കുറച്ചൊക്കെ ഈ പദ്ധതികളൊക്കെ നടക്കുന്നത് എന്തെങ്കിലും കാണിച്ച് കുറച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഞങ്ങളങ്ങനെ ഒരുപാട് സ്ഥലത്ത് കണ്ടോ, ആരെ കുറ്റം പറയുന്നതല്ല, ഇതൊന്ന് വൃത്തിയാക്കിയിടുന്ന തന്നെ കുഴപ്പം. ഈ തറയോടൊക്കെ കാശ് മുടക്കിയല്ലേ, ഇതെല്ലാം മണ്ണിനകത്തിട്ട് മൂടാൻ വേണ്ടിയാണ് ഈ തറയോടൊക്കെ വെച്ചേക്കുന്നത്. ഈ കുളത്തിന് ഭംഗി വരും. കാരണം ഇവർ എഴുതി വെച്ചേക്കണം ബോർഡിന് പോലും പെയിന്റ് അടിച്ചില്ല. ഈ ബോർഡിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഇങ്ങനെ കാണിക്കണ്ടേ? ഇതതിൻ്റെ ഓവർഫ്ലോ ആട്ടോ. ഈ കുളത്തിനകത്ത്, ഈ തടാകമല്ല, ഈ കുളത്തിനകത്ത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പുറത്തോട്ട് ഒന്ന് ഉറപ്പാണ്. അവിടെ ഒരു HD പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് ജലസേചന പദ്ധതി ഏതിലോട്ടാണ് എടുക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അവിടെ ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് കണ്ടല്ലോ, അതായത് മനോഹരമായിരുന്നു നടപ്പാത നിർമ്മിച്ചിരിക്കുന്നത്. നടപ്പാതയ്ക്കത്ര ഞാൻ പോണേ. ഈ കമ്പി ഇല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ പോകുന്നവന് വഴിതെറ്റി പണ്ടാരടങ്ങി പോകത്തുള്ളൂ. ഞാൻ ഈ ചവിട്ടി നടക്കുന്ന മൊത്തം തറയോടാ. അത്ര ഉത്തരവാദിത്തമുള്ള സർക്കാരും അത്ര ഉത്തരവാദിത്തമുള്ള പഞ്ചായത്തും അത്ര ഉത്തരവാദിത്തമുള്ള ജില്ലാ പഞ്ചായത്തുമാണ് ഉണ്ടല്ലോ. നമ്മളിനി പറഞ്ഞെന്നും പറഞ്ഞ് ഇനി ആർക്ക് ബുദ്ധിമുട്ട് കാണിച്ചത് മോശമാണ്. ഇങ്ങനൊന്നും ചെയ്യരുത്. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടത്തേ. ഒന്നും അല്ലെങ്കിൽ ഇലവേഴ പൂഞ്ചിറ എന്നൊക്കെ പറഞ്ഞാൽ കൊള്ളുന്ന കാണാൻ കൊള്ളുന്ന വല്ല മനോഹരമായ സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ വരുന്നതല്ലേ. ഇവിടെ കുറച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടും. ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്നറിയോ, ഇവിടെ ഒരു മുനിയറയുണ്ട്, മുനിയറ. ഇവർ എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ ഈ നമ്മുടെ ഓഫ് റോഡ് ജീപ്പ് ഡ്രൈവ് ഇത് വരുമ്പോഴത്തേന് അവരുടെ ആ ഇതിൽ എഴുതിയിട്ടുണ്ട്. അത് കാണാനാണ് പോകുന്നത് കേട്ടോ. അത് തടാകം കഴിഞ്ഞ് കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങി കഴിയുമ്പം വലത്ത് സൈഡിൽ വിളിച്ചാട്ടെ, വലത്ത് സൈഡിൽ അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പം ചെറിയ ഒരു അരുവിയുണ്ട്. അരുവിയപ്പോൾ നമ്മൾ ക്രോസ് ചെയ്ത് പിന്നെ ഫുള്ള് മിറ്റിലേക്ക് കിടക്കുക. ഓടിച്ച് കയറിപ്പോകാൻ പോകുന്നവർ മാത്രമേ കയറിപ്പോവുള്ളൂ. പൊൻചേട്ടൻ MRF റൈസ് ഡ്രൈവറാണ്. പൊൻചേട്ടൻ കയറിപ്പോകും. പൊൻചേട്ടന് കല്ലും കുഴിയൊന്നും വിഷയം. പുറകെ ഇരിക്കുന്നവർ അവിടെ ഉണ്ടോ എന്ന് പൊൻചേട്ടൻ്റെ സ്ഥലത്ത് ചെയ്ത് നോക്കത്തില്ല. അതൊന്നും ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇനി അവത്ത വീഡിയോയിൽ ഞാൻ മണ്ണത്ത് പൊക്കക്കാന്ന് പറയുമ്പോൾ ഓർമ്മ ഇവൻ മറന്നു പോയതായിരിക്കും. ഞാൻ താഴെ പോയിട്ട് കാണാത്തായിരിക്കും. കാരണം അതുപോലെ കല്ലളി കിടക്കും. ഇനി ഇളകാനൊരു കല്ലുമില്ല. നാശം എട്ടി കേട്ടോ. ഒത്തിരി ഒന്നും വിട്ടുപോകല്. നമ്മൾ വേറെ 2 ചേട്ടന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളെ അവിടെയാണ് അവർ കൊണ്ടുപോയി, ഇതിനകത്ത് വേറെ എവിടെയും മുനിയറ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്കറിയാൻ പാടില്ലാത്തോട്ട് ഇനി ഒന്നും ചോദിച്ചിട്ടും പറഞ്ഞിട്ട് കാര്യം. നമ്മൾ കണ്ട മുനിയറ ഇതാണ്. ഇനി വേറെ എവിടെയെങ്കിലും മുനിയറ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു തരുവാണെങ്കിൽ നമ്മളത് പോയി കാണാം കേട്ടോ. ഒരു മരത്തിൽ ഒരു ബോർഡ് അടിച്ചിട്ടുണ്ട് മുനിയറ. പിന്നെ ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനന്തപുരത്തിലെ പോലെ ഒരു അറ്റ്മോസ്ഫിയർ. അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ കൊടുങ്കാടല്ല കേട്ടോ, മൊത്തം ഇല്ലിയാണ്. ഒത്തിരി ആൾക്കാരോട് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ നമ്മളെ ഇറങ്ങിപ്പോകുന്ന വഴിയൊക്കെ അതുപോലെ ആയിരിക്കുന്നത്. നമ്മളവിടെ ചെന്നപ്പോൾ ആളും പേരും ഒന്നുമില്ലായിരുന്നു. ക്യാമറ ഇത്ര വെളുപ്പിച്ച് കാണിക്കുന്നുള്ളൂ. ഈ ക്യാമറയിൽ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു തെറ്റപ്പിലേ കാണത്തില്ല. നല്ല ഇരുട്ടാണ്. ഇപ്പോൾ താഴെയിറങ്ങി കഴിയുമ്പോൾ ഇത്രയും കൂടെ സീൻ മാറാം. ഇപ്പം ഏകദേശം മനസ്സിലായല്ലോ, ഇത്രയും കൂടെ സീൻ മാറും. അതിന് മേളിൽ കൂടെ അരുവി ഒഴുകി വരുന്നുണ്ട്. ഇപ്പം അവിടെ വെള്ളം കുറവായതുകൊണ്ട് അതിലെ കൂടെ വെള്ളം വരത്തില്ല. ഇത് കണ്ടോ, മുനിയറ ഗുഹ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് സംഭവം കേട്ടോ. ഇത് ഉണ്ടോ, ഇതിനകത്തെല്ലാം മറ്റേ നരിച്ചീറുണ്ട് കേട്ടോ. അതുകൊണ്ട് സൂക്ഷിച്ചാൽ കയറാവുള്ളൂ. ഞങ്ങൾ ഒത്തിരി ദൂരം അകത്തോട്ട് കയറിയില്ല. അതെന്ന് വെച്ചാൽ നമുക്ക് അറിവില്ലാത്തടത്തും
പരിചയമില്ലാത്തടത്ത് അതുപോലെ അപ്പുറത്തെ പള്ളി മണി അടിച്ച സ്കെയില് താഴെ പോയതാ റെക്കോർഡ് ചെയ്തോണ്ടിരുന്നപ്പോ. ഇത് കണ്ടോ, എനിക്ക് എന്നെ കയറാൻ കഷ്ടി കയറുന്നുണ്ട്. കയറങ്ങോട്ട്. ഇതാ ഗുഹയുടെ അകം. അവിടെ ഒരു വെള്ളമുണ്ട്. അതിനകത്ത് വെള്ളം വീണ് സൗണ്ട് ഞാൻ കേട്ടോ. അപ്പം ചെറുതും വലുതായി ഇഷ്ടം പോലെ നരിച്ചിട്ടുണ്ട് കേട്ടോ. നരിച്ചീർ പുടുപുടേന്ന് പറഞ്ഞാൽ മുഖത്തോട്ട് അടിക്കുന്നത്. നമുക്ക് അങ്ങനെ വേറെ പരിചയമൊന്നുമില്ല, ആർക്കും ഒരു അറിവുമില്ല ഇതിനെപ്പറ്റി. ആരാണ്ട് പറഞ്ഞു ഒരു 1/2 കിലോമീറ്റർ ഒക്കെ പോകാന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ അവിടുന്ന് വെള്ളമോ പിന്നെ അങ്ങോട്ട് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാലേ നമുക്ക് വിളിച്ചാലും പറയുന്ന അറിയുന്നത്. അത് ഇങ്ങനെ സ്ഥലങ്ങളിലൊന്നും പോയി ആരും പെട്ടെന്ന് ചാടി ഇറങ്ങില്ല കേട്ടോ. നമ്മളിത് കാണിച്ചു പറഞ്ഞാൽ അതിൻ്റെ വാതൊക്കെ കുറച്ചങ്ങോട്ട് ഇറങ്ങിയേ കാണിച്ചിട്ടുള്ളൂ. വളരെ സൂക്ഷിച്ചു. അവിടെ കാൽപ്പാടൊക്കെ ഉണ്ട്. അവിടെ ഇറങ്ങിയ കാൽപ്പാടൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇറങ്ങിയേ. പിന്നെ നമ്മളിങ്ങനെ യൂട്യൂബിൽ കാണിച്ചു അത് ഇട്ടെന്ന് പറഞ്ഞു ഒരു കാരണവശാലും ചെയ്യില്ല മക്കളെ, അപകടം ഉണ്ടാവും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു. ഇത് കണ്ടോ, ഇതിനകത്തോട്ട് കുറച്ച് ദൂരം കാണുന്നില്ല. ഇതേ വീതിയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു വെള്ളച്ചാട്ടം കാണുന്നത്. ആ മേളിൽ ഒഴുകി വരുന്ന വെള്ളം അത് എവിടെയോ വീഴുന്നുണ്ടെന്നാണ് പറഞ്ഞത്. റോഡ് ക്രോസ് ചെയ്ത വെള്ളം. ഇത് ഗുഹയ്ക്കകത്ത് പുറത്തോട്ടുള്ള വ്യൂ ആട്ടോ. ഞങ്ങളുടെ മൈക്ക് കംപ്ലൈൻ്റ് ആയിപ്പോണ്ടാണ് ഞങ്ങൾക്ക് പിന്നെ ഇത് വോയിസ് ഓവർ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ടാണ് നമ്മുടെ റൂമിൽ ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ സ്കെയിൽ വീണ്ടും സൗണ്ടും കേട്ടത് കേട്ടോ. പുറത്തിറങ്ങി. പക്ഷെ നല്ല രസം കേട്ടോ കാണാൻ. ആ ഇല്ലയൊക്കെ നിൽക്കുന്നിടത്ത് നല്ലൊരു മനോഹരമായ സ്ഥലമാണ്. എന്താ വെച്ചാൽ നല്ല കാട് നല്ല തിക്കായിട്ടായിരിക്കണേ. അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. തിരിച്ച് നമ്മൾ വീണ്ടും കയറുക കേട്ടോ. കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. റോഡിൽ നിന്ന് ഒരു കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 100 മീറ്റർ ഉണ്ടോ, 100 മീറ്റർ കഷ്ടിയുണ്ടല്ലോ ഒരു ചേട്ടാ. അതിന് തൊട്ടടുത്തൊരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ആ വണ്ടി കയറി വരുന്നവർക്ക് നമ്മളെ സൈഡിലാണ് പാർക്ക് ചെയ്തത്. വണ്ടി കയറി വരുന്നവർക്ക് പാർക്ക് ചെയ്യാതെ 4 വീലർ വണ്ടി വന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുറച്ച് സ്ഥലം അതിൻ്റെ അവിടെ നിന്ന് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇത്രേ ഉള്ളൂ കാണാൻ. നല്ല കാടാണ്. നമ്മൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയില്ല. നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഇവിടുത്തെ വ്യൂ പോയിന്റ് കണ്ടിട്ടുള്ള, അതായത് ഇലവീഴ പൂജ എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള. അവിടെ നമ്മൾ വണ്ടി എടുത്തു കേട്ടോ. ഇത് ഖനാൻ എന്നാ പറഞ്ഞത്. ഖനാൻ എന്നാ എഴുതിയേക്കണേ. ഇത് ഈ അടുത്ത് പണിതാ, പക്ഷെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇലവീഴ പൂഞ്ചിറ പോയി ഗുഹയിൽ പോയി നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എടുക്കാനും ആ പുഴയിലിറങ്ങി ഒന്ന് കുളിക്കാനും എന്തെങ്കിലുമൊക്കെ ഭക്ഷണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇരുന്ന് കഴിക്കാനും പറ്റിയ അടിപൊളി സ്ഥലമാണ്. കാരണം ഇതിന് അത്ര ഭംഗി, അതിന് വേറെ ഒന്നും പറയാനില്ല. ഞങ്ങൾ കണ്ടതിൽ ആ വന്നതിൽ ഇലവീഴ പൂഞ്ചിറ വന്ന് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീനാട്ടത്. ഈ പാറയുടെ അപ്പുറം ഇപ്പുറം അപകടമൊന്നുമില്ലാത്ത അരുവിയാണ്. പക്ഷേ മഴയുള്ള സമയത്താണെങ്കിൽ ചിലപ്പോൾ വെള്ളം കൂടുതലുണ്ടാവും. അവിടെ ബോർഡ് കാര്യങ്ങളൊന്നുമില്ല. ആ പാലത്തിന് കുഞ്ഞ് ഇതായിട്ട്, അതായത് കുറച്ച് വീതി മാത്രം ഒരു കമ്പിയൊക്കെ അടിച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ഭിത്തിയിൽ പടമൊക്കെ വരച്ച് അംഗനവാടി പോലൊരു സംഭവമുണ്ട്. അതിൻ്റെ പുറകെ കൂടെ നമുക്ക് വെള്ളച്ചാട്ടത്തിലോട്ട് ഇറങ്ങാം. നല്ല സ്ഥലം എന്ന് വെച്ചാൽ നല്ല സ്ഥലം. വലിയ ആഴോ അങ്ങനൊന്നുമില്ല. വെള്ളമൊക്കെ ചെറുതായിട്ടെന്നല്ല, സാമാന്യം കുളിക്കാവുന്ന രീതിയിൽ ഒഴുകി വരുന്നുണ്ട്. അടിപൊളിയായിട്ട് ഇതിൻ്റെ എല്ലാ ക്ഷീണം എല്ലാം മാറ്റി നമുക്കൊന്ന് പോവാം. ഇതാ അംഗനവാടി എന്ന് പറഞ്ഞ ബിൽഡിംഗ്. ഇത് കേട്ടല്ലോ, എന്നാ സംഭവം നടത്തില്ല. അത് കുറേ മറ്റേ ടോം ആൻഡ് ജെറിയോ ഡൊണാൾഡ് ഡക്കിൻ്റെ ഒക്കെ പടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ റോഡ് സൈഡ് ഇഴിയായിരിക്കാൻ വേണ്ടി നമ്മൾ ഈ വരുന്ന വഴിക്ക് മറ്റേ ഇത് കെട്ടിയിട്ടുണ്ട് കേട്ടോ, കലുങ്ങ്. ആ കലുങ്ങിന് സൈഡിൽ കൂടെ വെള്ളം ഒഴുകുന്നത്. ഇത് കേട്ടോ, കൊച്ചരരുവി, നല്ല തണുത്ത വെള്ളം ഒഴുകുന്നത്. ഈ പാലത്തിൻ്റെ അടിയിലും അപ്പുറം കുറച്ച് താട്ടിറങ്ങിപ്പോൾ കേട്ടോ. നല്ല സീൻ, അപകടമൊന്നുമില്ലാതെ. ഈ സമയത്ത് അല്ലെ കുറച്ചുകൂടെ വെള്ളം കൂടുതലുള്ളപ്പം, നല്ല വെള്ളമുള്ളപ്പം അറിയത്തില്ല. അവിടെ തൊട്ടപ്പുറത്ത് വീടുണ്ട്. അദ്ദേഹത്തിനെ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. ഇനി എന്തെങ്കിലും അപകടം ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചോണം കേട്ടോ. ഓടിപ്പോയി ചാടി ഇറങ്ങിയേക്കരുത്. നല്ല രസം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഇലവീഴ പൂഞ്ചിറ പോയി കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാ. ഒന്നും പറയാനില്ല, എൻ്റെ ഇഷ്ടമാണ് പറഞ്ഞേട്ടാ. നമുക്ക് സ്വസ്ഥവും സമാനമായിട്ട് ഇരിക്കാം. കുഞ്ഞുങ്ങളെ അത്യാവശ്യം ഒരു പിള്ളേർ സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക്, കാരണം ആഴമൊന്നുമില്ല, ചെറിയ പാറയിൽ കൂടെ, ആ പാറയിൽ കൂടെ ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകി ചാടി വരുന്നേ ഉള്ളൂ. കണ്ടല്ലോ, ഏകദേശം ഇലവീഴ പൂഞ്ചിറയുടെ ഭംഗി നമ്മൾ കണ്ട് ആസ്വദിച്ചിട്ട് ഇവിടം കൊണ്ടൊക്കെ തീരും കേട്ടോ. ഈ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടവും നമ്മുടെ തടാകവും പിന്നെ നമ്മുടെ മുനിയറ ഗുഹയും, അങ്ങനെ 3ഉം. പിന്നെ നമ്മുടെ ഇലവീഴ പൂഞ്ചിറ കണ്ടിട്ട് നിങ്ങൾ ആസ്വാദനത്തിന് അറിവൊക്കെ പറയുക. കണ്ടല്ലോ, ഇതാണ് ആ പാലത്തെ എന്നുള്ള സീൻ. അപ്പുറം ഇപ്പുറം കണ്ടല്ലോ. താട്ടിറങ്ങാനായിട്ട് അപ്പുറത്തെ ആ വീടിൻ്റെ അതിലൊക്കെ പോകണം കേട്ടോ. നല്ല ഭംഗിയായിട്ട്
അത് പുതിയ പാലായോണ്ടായിരിക്കും, അല്ലെ കുഞ്ഞിതായതുകൊണ്ട് അവിടുത്തെ ആരെങ്കിലും ഇതുപോലെ തന്നെ പെയിൻ്റൊക്കെ അടിച്ച് സൂക്ഷിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.